എന്നാലും ഇവളിതെവിടെ പോയി? ആ, എന്തായാലും നന്നായി. ഇനി എങ്ങാനും അവളെ ഒഴിവാക്കാൻ ആന്റി കളിച്ച കളിയായിരിക്കോ? പാർവതിയെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചതുകൊണ്ട് ആന്റിയെ കൈലാഷ് സംശയിക്കില്ല. ആന്റി എന്താ ഇങ്ങനെ നോക്കുന്നത്? നീയാണോ ഇതിന് പിന്നിൽ? എന്തിനു പിന്നില്? ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കല്ലേ. ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് നിനക്ക് വ്യക്തമായിട്ടറിയാം. പാർവതി, നീ എന്താ ചെയ്തേ? ഞാൻ എന്ത് ചെയ്തെന്ന? ഞാൻ ഇത്രയും നേരം വിചാരിച്ചത് ആന്റിയാണ് പാർവതിയെ ഒഴിവാക്കിയതെന്ന. ഞാൻ അത്ര ബുദ്ധിയില്ലാത്തവളാണെന്നാണോ നീ കരുതിയത്? ഇപ്പൊ പാർവതിക്ക് എന്ത് സംഭവിച്ചാലും കൈലാഷ് എന്നെ സംശയിക്കൂ. ഞാൻ അങ്ങനെ ഒരു റിസ്ക് എടുക്കൂ? നമ്മളല്ലെങ്കിൽ പിന്നെ ആരാ? ആരാണെങ്കിലും അവരെന്റെ പ്ലാൻ എല്ലാം തകർത്തു. ഇനിയെങ്കിലും ഒന്ന് പറ, എന്തായിരുന്നു ആന്റിയുടെ പ്ലാൻ? മമ്മി, എന്താടാ, പാർവതിയെ കണ്ടുപിടിച്ചോ? ഇല്ല മമ്മി. ഞാൻ മീരയെ വിളിച്ചിരുന്നു, അവള് ഹോസ്റ്റലിൽ എത്തിയിട്ടില്ല. എന്തോ പ്രശ്നമുണ്ട് മമ്മി. പാർവതി എന്തോ അപകടത്തിലാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ കമ്മീഷണറെ ഒന്ന് വിളിക്കാം. അവൾ എന്തായാലും നമ്മൾ കണ്ടുപിടിക്കും. സർ, ഒരു മിനിറ്റ് ഒന്ന് വരുമോ? സർ, ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത്. സീതാ മാഡം പാറുവിനോട് കാണിച്ച സ്നേഹം കണ്ടപ്പോൾ ഞങ്ങളിൽ പലർക്കും ഒരു ചെറിയ സംശയം തോന്നിയിരുന്നു. ഇനി പാറുവിനോടുള്ള ദേഷ്യം കാരണം മാഡം എങ്ങാനും... എന്റെ മമ്മി അത്ര ദുഷ്ടാണെന്നാണോ നീ പറയുന്നത്? അയ്യോ, ഞാൻ അങ്ങനെയല്ല. ഇറ്റ്സ് ഓക്കെ. നിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെ ചിന്തിക്കൂ. പക്ഷേ എനിക്ക് എന്റെ മമ്മി അറിയുന്ന പോലെ നിങ്ങൾക്കാർക്കും അറിയില്ലല്ലോ. മമ്മിയെ സംശയിച്ച് വെറുതെ സമയം കളയണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് പാർവതിയെ കണ്ടുപിടിക്കണം. കമ്മീഷണറെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ, കൈലാഷ് സാറല്ലേ? അതെ. എന്റെ പേര് അന്തോണി എന്നാ. സോറി, ഞാനിപ്പോ കുറച്ച് തിരക്കില്ല. നിങ്ങൾ പിന്നെ വിളിക്കേ. അയ്യോ, വയ്ക്കല്ലേ. സാറിന് പാറുവിനെ കാണണ്ടേ? ആരോ പാർവതി കിഡ്നാപ്പ് ചെയ്തെന്നാ തോന്നുന്നത്. ലൗഡ് സ്പീക്കറിലിട. താൻ എന്താ പറഞ്ഞ? താൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന പാറു ഇപ്പൊ എന്റെ അടുത്താണുള്ളത്. ഇവന്മാരെന്തി ചെയ്യുന്നത്? നിങ്ങൾ ആരാ? പാർവതി എന്തിനാ തട്ടിക്കൊണ്ടുപോയത്? കാശിന് വേണ്ടി, അല്ലാതെന്തിനാ. ഞങ്ങൾക്ക് ഈ കൊച്ചിനോട് വിരോധമൊന്നുമില്ല. ഞങ്ങൾ ചോദിക്കുന്ന കാശ് കൃത്യമായി തരികയാണെങ്കിൽ ഞങ്ങൾ ഈ കൊച്ചിനെ വെറുതെ വിടും. അവള് ഞങ്ങളുടെ കമ്പനിയിലെ വെറും ഒരു സ്റ്റാഫാ. കൈലാഷിന് കാശ് തരാൻ ഒരു ഉദ്ദേശവും ഇല്ല. ആരാ സാറേ ഈ കോമഡി പറയുന്നത്? ഈ കൊച്ചിനെ സാറിന് എത്രമാത്രം ഇഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാം. പാർവതി നിങ്ങളുടെ അടുത്തുണ്ടെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇപ്പൊ വിശ്വാസമായോ? പാർവതി, പാർവതി നല്ല മയക്കത്തിലാ. സാറ് പിടിച്ചാ കേക്കില്ല. ഞങ്ങൾ എത്ര കാശ് ചോദിച്ചാലും സാർ തരും. പക്ഷെ ഞങ്ങൾക്കേ ആർത്തിയൊന്നുമില്ല സാറേ. ഞങ്ങൾക്ക് 1 കോടി രൂപ മതി. 1 കോടിയോ? 1 കോടിയോ? എന്താ കുറഞ്ഞു പോയോ? വേണമെങ്കിൽ കൂട്ടാം. വേണ്ട, നിങ്ങൾ പറയുന്ന കാശ് പറയുന്ന സ്ഥലത്ത് ഞാൻ എത്തിക്കാം. പക്ഷേ പാർവതിക്കൊന്നും സംഭവിക്കരുത്. അത് ഞങ്ങൾ ഏറ്റു. കാശ് റെഡിയാക്കാനായിട്ട് ഞങ്ങൾ 1/2 മണിക്കൂർ സമയം തരാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് എങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറയാം. ഹലോ, ഹലോ. എന്നെ ചതിക്കാന്ന അവന്മാരെ വിചാരം. ഞാൻ ആരാണെന്ന് അവന്മാരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്.